പ്രവചിച്ച, കേരളത്തില് ഒരു പെരുവിരൽ കുത്തി നിൽക്കാൻ പോലുമുള്ള സ്ഥലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ബാക്കിയില്ല എന്ന് പറഞ്ഞ ആളുകളോട് കേരളത്തിന്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പെരുവിരലല്ല 2 കാൽപാദങ്ങളും വെച്ച് ഇരുപ്പുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് ഈ പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തി പറയാനുള്ളത്. ഇവിടെ യാതൊരുവിധ സോവറിനിറ്റിയുമില്ല, പരമാധികാരവുമില്ല. അധികാരമൊക്കെ തന്നെ മറ്റ് വൈദേശിക ശക്തികളുടെ കൈകളിലാണ്, മൂലധന ശക്തികളുടെ കൈകളിലാണ്. ഇവരാണ് ഇവിടെ രാജ്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കോടികളും 1 ലക്ഷം കോടികളും ആസ്തിയുള്ള ആളുകളാണ് ഈ രാജ്യം അതിന്റെ അജണ്ടകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർണയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ പരമാധികാരമുണ്ടെന്ന് പറയാൻ സാധിക്കും? അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ തന്നെ ബന്ധങ്ങൾ അവർക്ക് വേണ്ടിയല്ലേ ഈ ദളിതുകളെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഒക്കെ തന്നെ കൂട്ടം കൂട്ടമായി കുടിയൊഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ സ്വന്തം ഭൂപ്രദേശങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്. അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞിരിക്കുകയാണ് സർക്കാരുകൾ. അത് കേരള സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ഒക്കെ തന്നെ. ഇവിടെ കേരളത്തിൽ പോലും മന്ത്രിമാര് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലൊക്കെ തന്നെ യാതൊരുവിധ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അതിനൊന്നും തന്നെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ അനുമതി നൽകുകയാണ്. നമ്മുടെ വ്യവസായ മന്ത്രി പറയുകയുണ്ട്, യാതൊരു തടസ്സവും ഇല്ലായിരുന്നില്ല ഇത്തരം മേഖലകൾക്ക് അനുമതി നൽകാൻ. ഈ പാവങ്ങളെ, ദരിദ്രരെ, നിരാലംബരെ ആട്ടിയോടിപ്പിച്ചുകൊണ്ട് കുടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പരിദേവനങ്ങൾക്ക് മുഖവില കൊടുക്കുന്നില്ല. വ്യവസായത്തിന്റെയും വികസനത്തിന്റെയും വികലമായ സങ്കല്പങ്ങളുമായിട്ടാണ് ഇത്തരക്കാർ രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മന്ത്രി ചോദിച്ചിട്ടുള്ളത്, എങ്ങനെ തെങ്ങിന്റെ മണ്ടയിൽ വികസനം വളരുമെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് കാർഷിക വിഭവങ്ങളെ സംബന്ധിച്ച് ചിന്തയില്ല. വ്യവസായങ്ങൾ ഇതൊക്കെ തന്നെ ആക്രാന്തത്തിന്റെയും ആർത്തിയുടെയും ത്വരയുടെയും ഭാഗമാണിത്. സ്വന്തം സാമ്രാജ്യം, സ്വന്തം ശക്തി പോഷിപ്പിക്കാൻ വേണ്ടി, സ്വന്തം സമ്പൽ മേഖല വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായ താല്പര്യങ്ങളാണത്. പാവങ്ങളെ സംബന്ധിച്ച് ചിന്തയില്ല. ഇത് കേന്ദ്രത്തിലെ കാര്യം പറയേണ്ടില്ല, കേരളത്തിലെ മന്ത്രിമാരുടെ അവസ്ഥ പോലും ഇതാണ്. കുതിച്ചുയരുന്ന വിലക്കയറ്റത്തെ സംബന്ധിച്ച് സംവദിക്കാൻ ഇവർക്ക് എവിടെ സമയം? BPL സംബന്ധിച്ച് ചിന്തിക്കാൻ നേരമില്ല. ഇവർക്കൊക്കെ തന്നെ IPL സംബന്ധിച്ചാണ് ചർച്ച. IPL ആണ് ഇവരുടെ ചിന്ത. IPL കൊണ്ട് ഒരു സമൂഹത്തിനെ സമ്പന്ന പക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എത്രമാത്രം തങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ബിലോ പോവർട്ടി ലൈനിലുള്ള ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കീഴെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ പോലും അവർക്ക് ആലോചിക്കാൻ സമയമില്ല. നേരം എവിടെ? ഇത് ഒരു പുതിയ പാർട്ടിയാണ്. ഈ പുതിയ പാർട്ടി കഴിഞ്ഞ 63 വർഷത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി ജനിച്ചിട്ടുള്ള പാർട്ടിയാണ്. കഴിഞ്ഞ 63 വർഷക്കാലത്തെ അടിമത്തത്തെ നിരാകരിക്കുന്ന പാർട്ടിയാണ്.